ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ആരാണ് സീത? ഭഗവാൻ അരുളുന്നു. സീത, സുമിത്ര, ഊർമിള, മണ്ഡോദരി, കുന്തി, ദ്രൗപദി, ഇങ്ങനെ എത്ര മഹിളാരത്നങ്ങളാണ് സ്ത്രീകൾക്ക് മാതൃകയായി ഇവിടെ ജനിച്ചിട്ടുള്ളത്. രാമായണം രാമന്റെ കഥയാണ്. പക്ഷേ അത് സീതയുടെയും കൂടി കഥയല്ലേ? സീത ഭൂമിപുത്രിയാണ്. അതായത് പ്രകൃതി തന്നെ സീത. സ്ത്രീകൾ മാധുര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്ന് വാൽമീകി പറയുന്നു. ത്യാഗമനോഭാവമാണ് സ്ത്രീയെ ഏറ്റവും മധുരതരമാക്കുന്നത്. സീതാരാമന്മാരെ പോലെ മാതൃകയായി ആരുമില്ല. രാമൻ വനയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ സീത കൂടെ വരാതിരിക്കാനായി എത്രയോ ന്യായങ്ങൾ നിരത്തി. വനത്തിലെ ക്ലേശങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അതൊന്നും സീത അംഗീകരിച്ചില്ല. ദേവി പറഞ്ഞു, പുരുഷ കേസരിയാണ് അങ്ങുന്ന്. അങ്ങാകുന്ന പുരുഷസിംഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വനത്തിൽ ഏത് മൃഗത്തിന് എന്നെ ഉപദ്രവിക്കാനാകും? രാക്ഷസന്മാർ മായാവികളാണെന്നും ദേവിയെ സംരക്ഷിക്കുക ബുദ്ധിമുട്ടാകുമെന്നും രാമൻ പറഞ്ഞു. ഉടൻ സീതാദേവിയുടെ മറുപടി, 14 ലോകങ്ങളെയും സംരക്ഷിക്കുന്ന അങ്ങേക്ക് ഈ ഒരു സീതയെ സംരക്ഷിക്കാൻ കഴിയില്ലെന്നോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും തക്കതായ മറുപടി കൊടുത്ത് സീത തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രാവണൻ സീതയെ അപഹരിച്ചു. ആർക്ക് പ്രകൃതിയെ ജയിക്കാനാകും? അതൊരു ദിവാസ്വപ്നം മാത്രം. ഈശ്വരന്റേതാണ് പ്രകൃതി. പ്രകൃതിയെ ജയിക്കും മുമ്പേ ഈശ്വരകൃപ നേടണം. പ്രകൃതിയാകുന്ന ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് ഈശ്വരനാണ്. ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് എന്തു പ്രയോജനം? ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടായാൽ അത് സ്വയം സുഖപ്പെടുമോ? ഒരിക്കലുമില്ല. ഈശ്വരനാണ് സകലതും നിയന്ത്രിക്കുന്നത്. കർമ്മഫലദാതാവും അവിടുന്ന് തന്നെ. ഈ സത്യം മനസ്സിലാക്കാതെ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്നവർ വിഡ്ഢികൾ. അവർ കരുതുന്നു തങ്ങളുടെ ശാരീരിക, ബൗദ്ധിക, ശാസ്ത്രീയ മേന്മകൾ കൊണ്ട് അത് നേടാമെന്ന്. പുരന്ദരദാസ് പാടിയത് ഓർക്കൂ. വിഭീഷണൻ രാമനെ ആശ്രയിച്ചു. രാമൻ അദ്ദേഹത്തിന് ഈശ്വരനായി. രാവണന് രാമൻ യമനായി. അവിടുന്ന് രാമൻ മാത്രമല്ല, യമനും തന്നെ. രാമനല്ലാതെ ഒരു യമൻ ഈ ലോകത്തിലില്ല. പ്രേമിക്കുന്നവരിൽ അവിടുന്ന് രാമനായി എത്തുന്നു, എതിർക്കുന്നവരിൽ യമനായി അണയുന്നു. പ്രഹ്ലാദന് നിരവധി പ്രാവശ്യം അങ്ങ് നാരായണനായി മാറി. എതിർത്ത ഹിരണ്യകശിപുവിനാകട്ടെ മരണദേവനായും. രാമരാവണ യുദ്ധം കഴിഞ്ഞ സന്ദർഭം രാവണവധ വാർത്ത അറിയിച്ച ഹനുമാൻ സീതാദേവിയോട് പറഞ്ഞു, ദേവിയെ ഇത്രയും കാലം വേദനിപ്പിച്ച ഈ രാക്ഷസക്കൂട്ടങ്ങളെ പിച്ചു ചീന്താൻ എനിക്ക് അനുവാദം നൽകിയാലും. സീത ഹനുമാനെ വിലക്കിക്കൊണ്ട് കരുണാപൂർവം പറഞ്ഞു, പുത്ര, അരുത്. അവരിൽ ഒരു തെറ്റുമില്ല. സേവകർക്ക് യജമാനന്റെ കൽപ്പന അനുസരിക്കാനല്ലേ കഴിയൂ. എനിക്ക് അവരിൽ കരുണയേ ഉള്ളൂ. അവരോട് പകപോക്കുക എന്നത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ക്ലേശങ്ങളെ ശാന്തമായി സഹിക്കുക എന്നത് എന്റെ പ്രകൃതമാണ് പുത്ര. അതിനാൽ അവരെ ശിക്ഷിക്കരുത്. ഇങ്ങനെ വാൽമീകി സീതയുടെ മഹിമ വരച്ചു കാണിക്കുന്നു. രാമസന്നിധിയിൽ എത്തിയ സീതയോട് ശ്രീരാമൻ പരുഷമായി സംസാരിച്ചു. ഞാൻ ക്ഷത്രിയധർമ്മം നിറവേറ്റി ലോകത്തിന് മാതൃകയാകാൻ ആഗ്രഹിക്കുന്നു. 10 മാസം ലങ്കയിൽ കഴിഞ്ഞ സീതയെ സ്വീകരിച്ചാൽ ജനം പഴിക്കും. സീത പ്രതികരിച്ചതിങ്ങനെ, ആഞ്ജനേയ, രാമദേവന്റെ മനോഭാവം ഇതായിരുന്നു എന്ന് നീ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ഞാൻ അപ്പോഴേ ഈ ശരീരം ഉപേക്ഷിക്കുമായിരുന്നല്ലോ. എന്തിന് ഇത് കേൾക്കാൻ എന്നെ ആനയിച്ചു? സീത ലക്ഷ്മണനോട് ചിതയൊരുക്കാൻ ആവശ്യപ്പെട്ടു. നിറകണ്ണുകളോടെ ധീരതയോടെ ഏവരും നോക്കി നിൽക്കെ സീത കത്തിക്കാളുന്ന അഗ്നിയിലേക്ക് കയറാനൊരുങ്ങി. സീത ഉറക്കെ പറഞ്ഞു, രാമനാമവും രാമരൂപവുമല്ലാതെ മറ്റൊന്നും ഞാൻ സ്വപ്നേബി സ്മരിച്ചിട്ടില്ല. ബലവാനായ രാവണൻ എന്നെ പിടിച്ചുകൊണ്ടുപോയി. അബലയായ എനിക്ക് എങ്ങനെ ചെറുക്കാനാകും? എന്നിൽ കളങ്കം ലേശം പോലുമില്ല. ഞാൻ സത്യസ്വരൂപിണി. എന്നിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ഹേ അഗ്നേ, എന്നെ ദഹിപ്പിക്കുക. അഗ്നിപ്രവേശനം നടത്തിയ സീതയെ ശീതളിമയോടെ അഗ്നിദേവൻ സ്വീകരിച്ചു. സമസ്ത ദേവതകളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. സീതയുടെ പവിത്രത ലോകത്തെ ബോധ്യപ്പെടുത്തി. ഇത്തരം സതീരത്നങ്ങളാൽ പ്രശോഭിതമാണ് ഭാരതം. ഓരോ സ്ത്രീക്കും മാതൃകയാണ് സീതാദേവി. സുമിത്ര, ഊർമിള ത്യാഗമൂർത്തികൾ.
ത്യാഗമൂർത്തികളാണ് ലക്ഷ്മണ മാതാവ് സുമിത്രയും ലക്ഷ്മണ പത്നി ഊർമിളയും. വനവാസത്തിന് ഒരുങ്ങിയ രാമനെ പിന്തുടരാൻ സുമിത്ര തന്റെ പുത്രന് പൂർണ്ണ മനസ്സോടെ അനുമതി നൽകി. ഏതമ്മയ്ക്ക് ഇത് സാധിക്കും? ആ അമ്മ ഉപദേശിച്ചു, പുത്ര, കാട്ടിലേക്കാണ് പോകുന്നതെന്ന് നീ കരുതണ്ട. സീതാരാമന്മാരില്ലാത്ത അയോധ്യയാണ് കാട്. രാമനെ പിതൃതുല്യം സ്വീകരിക്കുക. സീത നിനക്ക് അമ്മയാണ്. സീതാരാമസേവയ്ക്കുള്ള അവസരം ഒരിക്കലും കളയാതിരിക്കുക. എന്തൊരു ത്യാഗം! ഊർമിളയെ എങ്ങനെ നേരിടും? എങ്ങനെ വനവാസക്കാര്യം പറയും എന്നൊക്കെ ലക്ഷ്മണൻ ചിന്തിച്ചു. ലക്ഷ്മണൻ അന്തപുരത്തിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ ഒന്നും അറിയാതെ ഊർമിള ചിത്രരചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. വരയ്ക്കുന്നത് നടക്കാൻ പോകുന്ന രാമാഭിഷേകത്തിന്റെ ചിത്രം. ലക്ഷ്മണൻ കയറി ചെന്നത് കണ്ട് ഊർമിള പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അതുമൂലം ചായം തെറിച്ച് ചിത്രം നാശമായി. ലക്ഷ്മണൻ പറഞ്ഞു, രാമാഭിഷേകം കൈകേയി നശിപ്പിച്ചു, നിന്റെ ചിത്രം ഞാനും. അതിനുശേഷം ലക്ഷ്മണൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അസാമാന്യ ധൈര്യത്തോടെ ഊർമിള പറഞ്ഞു, ആര്യപുത്ര, സുമിത്രാദേവി അങ്ങേക്ക് ജന്മം നൽകിയത് രാമസേവയ്ക്കാണ്. അങ്ങ് സ്വകർത്തവ്യം നിറവേറ്റുക. എന്നെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിച്ച് വിഷമിക്കരുത്. ഞാൻ കൂടെ വരുന്നില്ല. കാരണം അപ്പോൾ അത്ര നേരം അങ്ങയ്ക്ക് തുറന്ന മനസ്സോടെ രാമസേവ ചെയ്യാൻ കഴിയാതാകും. അത് തെറ്റാണ്. 14 വർഷത്തേക്ക് എന്നെ മറന്നേക്കൂ. ഊർമിളയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഊർമിളേ, നിന്റെ ഹൃദയം ഇത്ര വിശാലമാണെന്ന് ഞാൻ നനച്ചില്ല. നിന്റെ ഈ മഹിമ ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങ് സീതാരാമന്മാരുടെ മഹിമ സ്മരിക്കുക, അവരുടെ കൽപ്പനകൾ അനുസരിക്കുക. ഊർമിള വീണ്ടും പറഞ്ഞു, ഇതുപോലൊരു പതിഭക്തി, ത്യാഗസന്നദ്ധത എവിടെ കാണും? വനവാസം കഴിയും വരെയുള്ള 14 വർഷം ഊർമിള ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുക പോലും ചെയ്തില്ല. വനവാസം കഴിഞ്ഞെത്തിയ രാമൻ ഊർമിളയെ വന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ഡോദരി, വേണ്ട സമയങ്ങളിൽ ഭാര്യ ഭർത്താവിന് ഉത്തമമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. രാജാവിന് മന്ത്രി എന്ന പോലെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കണം. മണ്ഡോദരിയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം. രാവണൻ പണ്ഡിതൻ, കഠിന തപസി, പക്ഷേ സ്വാർത്ഥത അതെല്ലാം താറുമാറാക്കി. പലവട്ടം മണ്ഡോദരി രാവണനെ ഉപദേശിച്ചു, താക്കീത് നൽകി. എന്നെ ആരെങ്കിലും അപഹരിച്ചാൽ എന്തായിരിക്കും അങ്ങയുടെ നിലപാട് എന്നുവരെ സീതാപഹരണത്തെക്കുറിച്ച് മണ്ഡോദരി ചോദിച്ചു. മണ്ഡോദരി പറഞ്ഞു, അങ്ങ് മഹാനായ ഭരണാധികാരിയാണ്, അതിശക്തൻ. എന്തിന് ഇത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നു? സീതാമാതാവിനെ എന്തിനെവിടെ കൊണ്ടുവന്നു? പരതാരാപഹരണം മഹാപാപമല്ലേ? എന്നെ ആരെങ്കിലും അപഹരിച്ചാലോ? അങ്ങ് സഹിക്കുമോ? രാമൻ ഇവിടെ വരും, ഭീകരമായ യുദ്ധമുണ്ടാവും. രാമനുമായി പൊരുതുന്നത് തികഞ്ഞ അജ്ഞതയാണ്. പക്ഷേ ആ മഹതിയുടെ ഉപദേശം രാവണൻ അവഗണിച്ചു. അതിന്റെ ഫലമായി രാവണവംശം വേരറ്റുപോയി. തപസ്വികളും പതിവ്രതകളുമായ ഭാര്യമാരുടെ വാക്കുകൾ ഒരിക്കലും അവഗണിക്കരുത്. കുന്തി ദ്രൗപദി. ശ്രീകൃഷ്ണൻ കുന്തിയോട് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ടു. കുന്തിദേവി പ്രാർത്ഥിച്ചു, കൃഷ്ണ, എന്റെ മക്കളെ ആ തൃപ്പാദത്തിൽ സദാ ചേർത്തു നിർത്തുക. എനിക്കെപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. വിസ്മയത്തോടെ ഭഗവാൻ ചോദിച്ചു, ഇനിയും വിഷമതകൾ വേണമെന്നോ? ഭഗവാനെ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള അനുഗ്രഹം എനിക്ക് നന്നായി അറിയാം. കാരണം ക്ലേശങ്ങളിൽ ഞാൻ അങ്ങയെ സദാ സ്മരിക്കുന്നു. അവിടുത്തെ ദർശന സംഭാഷണാദികൾക്ക് അർഹയാകുന്നു. അവിടുന്ന് അപ്പോൾ സദാ സാമീപ്യം തന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. എന്റെ മക്കൾ അവിടുത്തെ കൃപയ്ക്ക് അർഹരാകുന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ദ്വാരക കടലിലാണ്ടു. അർജുനൻ ശ്രീകൃഷ്ണ ശരീരത്യാഗ വാർത്ത അറിയിച്ചതും കുന്തി പൊടുന്നനെ താഴെ വീഴുകയും ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. കുന്തി അത്രമാത്രം കൃഷ്ണനിൽ മഗ്നയായിരുന്നു. മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ പവിത്രത, മഹിമ, ഭക്തി, ധൈര്യം എന്നീ സദ്ഗുണങ്ങൾ വ്യാസൻ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. തന്റെ 5 മക്കളെ നിഷ്ഠുരം കൊന്ന അശ്വത്ഥമാവിനോട് അവർ ക്ഷമിച്ചു. ദ്രൗപദി അർജുനോട് പറഞ്ഞു, എന്റെ മക്കളുടെ വിയോഗ ദുഃഖം ഞാൻ അനുഭവിക്കുന്നു. എനിക്കതിന്റെ കാഠിന്യം മനസ്സിലായി. ഇനിയൊരു അമ്മയ്ക്കും മക്കൾക്കായി കേഴേണ്ടി വരരുത്. ഗുരുപുത്രനെ വധിക്കാനൊരുങ്ങുന്ന അർജുനോട് പാഞ്ചാലി വീണ്ടും പറഞ്ഞു, ഗുരു അങ്ങയെ സ്നേഹിക്കുകയും വില്ലാളി വീരനാക്കുകയും ചെയ്തു. ആ ഗുരുവിന്റെ പുത്രനാണിത്. ഗുരുവും ഗുരുപുത്രനും സമം.
പുത്രദുഃഖത്താൽ ഇദ്ദേഹത്തിന്റെ അമ്മ കണ്ണീരൊഴുക്കരുത്. അതിഭയങ്കരമായ ദുഃഖം സഹിച്ചുകൊണ്ടിരിക്കുന്ന പാഞ്ചാലിയാണ് ഇതെല്ലാം പറഞ്ഞത്. ഇത്തരം അമൃതസമമായ കാരുണ്യം കൊണ്ട് ഭാരത വനിതകളുടെ ഹൃദയം നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദുഃഖം അവരുടെ ഹൃദയത്തെ ആർദ്രമാക്കി. ചില സമയം സ്ത്രീകൾ പെട്ടെന്ന് കോപാകുലരാകും. പക്ഷേ അതേ വേഗം തന്നെ അവർ പശ്ചാത്തപിക്കുകയും ചെയ്യും. കലിയുഗ സ്വാധീനത്താൽ ആധുനിക വനിതകളിൽ ഈ സ്നേഹം, കാരുണ്യം തുടങ്ങിയവ കാണാനില്ല. എങ്കിലും ഇന്നും ധാർമ്മികതയുള്ള സ്ത്രീകൾ ഉണ്ട്. ഇന്നത്തെ സ്ത്രീകൾ ഏറെ സംസാരിക്കുന്നു. അത് ആരോഗ്യം, ആത്മീയത എന്നിവയ്ക്ക് നന്നല്ല. പാഴ് സംസാരം നിർത്തുക. സ്ത്രീകൾ സംസാരം കുറയ്ക്കുകയും പുരുഷന്മാർ അവരുടെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്താൽ തന്നെ സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. 1995 നവംബർ 19 ഭഗവാൻ അരുളി, സ്ത്രീകളുടെ മഹിമ അവരും അറിയണം, ലോകവും അറിയണം. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ പോലും ഡിസംബർ 8 വനിതാ ദിനമാണ്. രാഷ്ട്രോന്നമനത്തിന് സ്ത്രീകളുടെ ഉന്നമനം കൂടിയേ തീരൂ. മാതാപിതാക്കളുടെ നന്മയാണ് രാജ്യനന്മ. ഈ സന്ദേശം പ്രചരിപ്പിക്കണം. അതിനായി എല്ലാ നവംബർ 19 വനിതാ ദിനമായി ആചരിക്കുക. ശക്തി സ്വരൂപിണി ദിനം. പെൺകുട്ടികൾ കൂടുതൽ പഠിക്കേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായും അവർക്ക് കൂടുതൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കണം. ആവശ്യമെങ്കിൽ ജോലിക്കും പോകാം. പക്ഷേ സ്ത്രീയുടെ മഹിമ, മഹനീയ സ്ഥാനം അതവർ ഉപേക്ഷിക്കരുത്. ഗൃഹലക്ഷ്മി എന്നാണ്, ഓഫീസ് ലക്ഷ്മി എന്നല്ല സ്ത്രീകൾ അറിയപ്പെടുന്നത്. കുടുംബത്തിന് സത്കീർത്തി സ്ത്രീകൾ സമ്മാനിക്കണം. ഭാരതീയ വനിതയുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം മാതൃകാപരമായ കുടുംബ നിർമ്മാണവും ഭരണവുമാണ്. അത് മറക്കരുത്. കരുത്തുള്ള മഹതികളായ സ്ത്രീകളുടെ, അമ്മമാരുടെ നാടാണ് ഭാരതം. ഇവിടെ ഗംഗ അമ്മയെപ്പോലെ ആരാധിക്കപ്പെടുന്നു. ഗോമാത, ഭൂമാത, വേദമാത ഇവയെല്ലാം മാതൃസ്ഥാനം അലങ്കരിക്കുന്നു. ഇതെല്ലാം ഭാരതത്തിലെ സ്ത്രീകൾ തിരിച്ചറിയണം. മാനവരാശിയുടെ നന്മയ്ക്കായി യുഗങ്ങളായി ഹിന്ദു പാരമ്പര്യം നിലകൊള്ളുന്നു. ഈ സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് കടത്തിവിടേണ്ടതും സ്ത്രീകളാണ്. കാരണം കുട്ടികളാണ് ഭാവി പൗരന്മാർ. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സമ്പന്ന ഗൃഹങ്ങളിൽ കുട്ടികൾ അവഗണിക്കപ്പെടുന്നു. അവിടെ കുട്ടികളെ നോക്കുന്നത് ആയമാർ. പണ്ട് അമ്മമാർ കുട്ടികളെ മുലയൂട്ടുമായിരുന്നു. അതവരെ നല്ല മക്കളാക്കി. ഇന്ന് കുഞ്ഞുങ്ങൾ ടിൻ പാൽ കുടിച്ച് ടിൻ മനസ്സോടുകൂടി വളരുന്നു. സ്ത്രീകൾ 7 തരം സദ്ഗുണങ്ങളാൽ അനുഗ്രഹീതരാണെന്ന് പറയുന്നു. കീർത്തി, ശ്രീവാക്, സ്മൃതി, മേധ, ധൃതി, ക്ഷമ. ഗീത 10:34-36. സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ താഴ്ന്നതായി പരിഗണിക്കുന്നത് പാപം തന്നെ. മൃതനായ ഭർത്താവിനെ സ്വതപശക്തിയാൽ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന മഹിളകളുടെ ത്യാഗസുരഭിലമായ കഥകൾ നാം കേട്ടിട്ടുണ്ട്. പക്ഷെ അത്തരം പുരുഷന്മാരുടെ കഥകൾ കേട്ടിട്ടില്ല. ഭാര്യ മരിച്ചാൽ പുനർവിവാഹത്തിന് ഓടുന്നവരാണ് അധികവും. സ്ത്രീകൾ തങ്ങളുടെ മഹിമ സ്വയം അറിയുക, ആ ഉന്നത ഭാവത്തിൽ ജീവിക്കുക. പുരുഷന്മാർ അവരുടെ മഹിമയെ ആദരിക്കുക, സംരക്ഷിക്കുക. ഇങ്ങനെ നിരവധി പ്രഭാഷണങ്ങളിലൂടെ ഭഗവാൻ മഹിളകളുടെ മഹനീയത ലോകത്തിന് വ്യക്തമാക്കി കൊടുത്തു. ചിന്ന കഥ. എൻ്റെ പെൺകുട്ടി. അടുത്ത വീട്ടിൽ ബഹളം. ചെറുപ്പക്കാരൻ ജനൽവഴി നോക്കി. ആ വീട്ടിലെ പെൺകുട്ടിയെ ബന്ധുക്കൾ ആശുപത്രി വണ്ടിയിൽ കയറ്റുന്നു. പെൺകുട്ടിക്ക് കഠിനമായ പനിയാണത്രേ, ആരോ പറഞ്ഞു. ചെറുപ്പക്കാരൻ അത് കേട്ടു. പക്ഷെ ഒന്നും തോന്നിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. വിധിവശാൽ ചെറുപ്പക്കാരൻ അവളെ വിവാഹം ചെയ്തു. കാലം കുറെ കഴിഞ്ഞു. ഒരു രാത്രിയിൽ അവൾക്ക് ചെറിയ വയറ്റുവേദന ഉണ്ടായി. ചെറുപ്പക്കാരൻ പരിഭ്രമിച്ചു വശായി. നിമിഷങ്ങൾക്കകം അയാൾ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. കഥയിലെ ചെറുപ്പക്കാരന് പെൺകുട്ടി ആദ്യം അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ ഒരു വിഷമവും തോന്നിയില്ല. കാരണം അവൾ അന്ന് അവൻ്റെ ആരുമായിരുന്നില്ല. ഇപ്പോൾ അവൾ അവൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് സംഭവിക്കുന്ന ചെറിയ വിഷമം പോലും അവനും വിഷമമുണ്ടാക്കുന്നു. ഞാൻ എൻ്റെ എന്ന ചിന്തയാണ് സുഖദുഃഖത്തിന് കാരണം.